ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ന്യൂബി 123. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ചെറിയൊരു ഗെയിമാണ്. നമ്മളെ ഇന്ത്യൻ ബസ് സിമുലേറ്റർ, ഇന്ത്യൻ വൈബിളുള്ള ഒരു ബസ് സിമുലേറ്റർ നമ്മൾ കളിക്കാൻ പോകുന്നത്. 0ാമത്തെ ലെവൽ തുടങ്ങിയിട്ടുണ്ട്, 0 ലെവൽ. അത്രയൊന്നും അറിയില്ല. ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും പ്ലീസ് സബ് ആൻഡ് ലൈക്ക്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു KSRTC പോവുകയാണ്. ഊട്ടിയിലും മൈസൂരിലും ആണ് പോകുന്നത്. കേരളത്തിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന, ഊട്ടിയിലും മൈസൂരിലും പോകുന്ന ബസ് രാവിലെ 8 മണിക്കാണ് നമ്മൾ പോകുന്നത്. ബാക്കിൽ നിന്ന് പച്ച പുകയുമായി ബോംബ് പൊട്ടിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. KSRTCക്ക് കറുത്ത പുക മാറി ഇപ്പോൾ പച്ച പുകയായിരിക്കുന്നു. മോഡിഫൈ ചെയ്ത് ഇതാ ഊട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. ആദ്യം ഊട്ടി, സെക്കൻഡ് മൈസൂർ. ബസ് സ്റ്റോപ്പ് ഒരു സൈഡിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിക്കാം. ഞാൻ കണ്ടില്ല, നേരെ മുന്നിൽ പോയി നിർത്തിപ്പോയി. നമുക്ക് അയ്യേ, ബസ് സ്റ്റോപ്പിൽ ഇത്ര ചെറിയ സെറ്റപ്പ് സ്റ്റേപ്പോല് കഴിഞ്ഞിട്ടില്ല. അയ്യേ, നല്ല ബസ് സ്റ്റോപ്പ് ആക്കിക്കോടെ. ഇവിടുത്തുള്ള മുഖ്യമന്ത്രിയെ കാണണം. ശരിക്കുള്ള മുഖ്യമന്ത്രി അല്ല ഗൈസ്, ഗെയിമിത്തെ മുഖ്യമന്ത്രിനെ കാണണം. നമുക്ക് എൻ്റെ ശരിയാക്കണം ബസ് സ്റ്റോപ്പല്ലോ ഗൈസ്. KSRTCൻ്റെ ലുക്ക് നോക്കി ഗൈസ്. പായെല്ലാം ഇപ്പം താഴെ വീഴും തോന്നട്ടാ. ബ്രേക്കെല്ലാം പിടിക്കുമ്പോൾ തെറിച്ചങ്ങ് പോകുന്നുണ്ട്. ശകുനമാണല്ലോ. ഇൻഡിക്കേറ്ററിലിട്ടൊരു മര്യാദക്ക് ഓട്ടിക്കാന്ന് വിചാരിച്ചായിരുന്നു. ശകുനം തുടങ്ങി. ബാക്കിലാണെങ്കിൽ ഏതോ കാറുണ്ട്, മേലെന്തെങ്കിലും വെച്ചിട്ടെല്ലാം പോകുന്നു. നമ്മ വെച്ച് നോക്കി ഗൈസ്, കസാല പായി. നമ്മ ബസ്സിൽ തന്നെ കടന്നുറങ്ങലാന്ന് തോന്നുന്നു. പറക്കും തളികത്തെ പോലെ. പറക്കും തളികത്തുള്ള ബസ്, പറക്കും തളികയിൽ പോലത്തെ ഇത്. ഊട്ടിയിലേക്ക് പോകുന്ന യാത്രയിൽ നമ്മളിതാ ഊട്ടീൻ്റെ ഉള്ള വഴിയിലെത്തിയിട്ടുണ്ട്. കാട്ടിനുള്ളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. കാട്ടിൽ ആനയുണ്ടാകുമോ സിംഹം ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. കാട്ടിനുള്ളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഉള്ളിത്തെ വൈപ്പ് കണ്ട, 2 വൈപ്പറിലായിട്ട് വാഴത്തോട്ടത്തിലേക്ക് അടിച്ച് കയറി. കാട്ടിപ്പോയി അടിച്ച്. നമ്മൾ ഇന്ന് പോകുന്നത് മൈസൂർ വഴിയിലോട്ടുള്ള ഊട്ടിയിലേക്കാണ്. ഊട്ടിയിൽ നിന്നും മൈസൂരിലേക്കാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. ഊട്ടിയിൽ നിന്നുള്ള മൈസൂരിലാണ്. അതിലെന്തെങ്കിലും ആയിക്കോട്ടെ, അമ്മ 2 നിർത്തും പോകുന്നുണ്ട്. മൈസൂരിൽ ഒരു ബസ് സ്റ്റോപ്പാണ്. നിർത്തി ബ്രേക്ക് അങ്ങോട്ട്. ബ്രേക്ക് ആദ്യം മാറ്റണം ഗൈസ്. ബ്രേക്ക് ഭയങ്കര പോക്കാണ്. കൂടി പോയി മാറ്റണം. ബസ് തന്നെ നമുക്ക് മാറ്റണം. ബസ് ഫുള്ള് എവിടെയോ ഉണ്ട്. എവിടെയോ എന്തോ തകരാറ് പോലെ ഞാൻ ഉദ്ദേശിച്ചത്. ബസ്സേ ഒരു പോക്കാണ്. അങ്ങനെയോ ഓടുന്നു പറക്കും തളികത്തെ പോലെ. പറക്കും തളികയിൽ ടാങ്കിങ് ഇതെല്ലാം വെച്ച്. പക്ഷെ മൈറ്റൊക്കെ പായി ഇത് സലീംകുമാർ പായി കടത്തിട്ട് അപ്പുറത്തെ ബസ്സിൽ വീണ പോലെ നമ്മളും പായി വെച്ചിട്ട് അങ്ങനെ പോകുമെന്നറിയില്ല. ആദ്യത്തെ ലെവലാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് ഗൈസ്. ലോഡിങ്ങിലാണ് ഗൈസ്. നെക്സ്റ്റ് ലെവല് വീണ്ടും കാട്ടിൽ തന്നെയാണ് വീണ്ടും തുടങ്ങിയത്. ഇപ്പോഴത്തെ 2 ഇരട്ടകളായുള്ള ഒമ്നീൻ്റെ പിക്കപ്പ് വാന്. ഫുള്ള് ഇന്ത്യൻ ഗെയിമാണ് ഗൈസ്. ഫുള്ള് ഇന്ത്യൻ കാർ, ഇന്ത്യൻ വണ്ടിയെല്ലാം ഉള്ളു. ഭാരത് ബെൻസിൻ്റെ ലോറി, പിന്നെ എന്തെല്ലോ വണ്ടിയെല്ലാം പോകുന്നുണ്ട്. വണ്ടീൻ്റെ പേരൊന്നും അറിയില്ല എന്നല്ല, ഇതേതോ കമ്പനിയാന്ന് പോലും തിരിയുന്നില്ല. ഒമ്നീൻ്റെ പിന്നെ പണ്ടത്തെ ലുക്ക് അങ്ങനെയല്ല, അതുകൊണ്ട് തിരിയുന്നേ. കണ്ട ഭാരത് ബെൻസിൻ്റെ ലോറി ഗൈസ്. കണ്ട ബാക്കിൽ ഒമ്നീൻ്റെ പിക്കപ്പ് വാന് ഗൈസ്. അടുത്ത ബസ് സ്റ്റോപ്പ്. ഈ ഗെയിമിൻ്റെ ആകെ ഒരു കുഴപ്പമുള്ളൂ, അടുത്തടുത്ത് തന്നെ ബസ് സ്റ്റോപ്പാണ്. പിന്നെ വണ്ടി ഓട്ടിക്കാനൊരു സമയം കിട്ടുന്നില്ല. നമ്മളെ പറക്കും തളികമായ ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടി മൈസൂർ ഊട്ടി എല്ലാവരും കയറി. മൈസൂർ ഊട്ടി നമ്മളെ പൊളിയാനായ ബസ്സും കൊണ്ട് നമ്മൾ പോവുകയാണ്.
ഇടയ്ക്കെല്ലാം എന്തെല്ലാം ഇളകിയിട്ടെല്ലാം പോകും. അത് നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് പോകണം. ബൈറ്റർ ഓഫ് ബൈറ്റ്സ് ബർഗറിൻ്റെ എല്ലാം പരസ്യം കണ്ടിട്ടുണ്ട്. ആരോ മാർക്ക് കുറേ ഉണ്ട് ഗൈസ്. ഭയങ്കര ടേണിംഗ് ആണ്. നമ്മ ഇനി ചുരം കയറാൻ പോയെന്ന് തോന്നുന്നു. ചുരം അതാണ് ഇത്ര വലിയ ഇതെല്ലാം കാണുന്ന ഹൈപ്പ് ഗൈസ്. നമ്മൾ ചുരത്തിൻ്റെ കയറാൻ തുടങ്ങുകയാണ്. നമ്മളീ പാട്ട വണ്ടി ഇത്ര വില കുന്തലും കയറാം. ഒരു സംശയമുണ്ട്, പാട്ട വണ്ടിയാണ് ഇത്. പാട്ടൻ്റെ വണ്ടി പാട്ട വണ്ടി ഉണ്ടാക്കി ഇപ്പോഴൊന്ന് സ്റ്റെക്കെല്ലാം ആകാൻ തുടങ്ങി. പാട്ട വണ്ടിയുടെ സ്റ്റിയറിങ്ങിന് കുഴപ്പമുണ്ട്, ബ്രേക്കിന് കുഴപ്പമുണ്ട്, എല്ലാത്തിനും കുഴപ്പമുണ്ട്. പാട്ട വണ്ടി കുന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ പറക്കുംതളികത്തോളം ബസ്സിൻ്റെ കാര്യം കഷ്ട ഗൈസ്. അതിനെല്ലാം പിന്നെ ബ്രേക്കെല്ലാം ഉണ്ട്, ഇതിന് അതുപോലില്ല. മേലെ ടയറെല്ലാം കയറ്റി വെച്ചില്ല. ഇപ്പം പണി ക്രാഷായി. അടുത്ത ലെവലിലെത്തിയിട്ടുണ്ട്. ഇത് ലോഡിങ് ലെവലും ബാക്ക് ചെയ്യുന്നു. നമ്മൾ ഇന്ന് 3 ലെവലാൻ്റെ കളിക്കുക ഗൈസ്. നമ്മൾ ഏതോ കൊക്കേൻ്റെ സൈഡിൽ പോയി നിർത്തിയിട്ടുണ്ട്. കസാലയും പായൊന്നും പോയിട്ടില്ല ഗൈസ്. അത് അവിടെ തന്നെ ഇപ്പം ഉണ്ട്. നമ്മൾ ചുരം കീയാൻ പിന്നെ എന്തിനാ കയറിയിനി കീയാനാണെങ്കിൽ ഭാരത് ബെൻസിൻ്റെ ലോറിയിൽ നമ്മൾ പഠിച്ച് തെറിപ്പിച്ച് തോന്നുന്നു. നമ്മളെ പാട്ട വണ്ടിയുണ്ട്, ബ്രേക്ക് ഇല്ലാണ്ട് പോകുന്നു ഗൈസ്. ബ്രേക്ക് പിടിച്ച് കിട്ടുന്നില്ല ഗൈസ്. അടുത്ത ബസ് സ്റ്റോപ്പ് ഊട്ടി മൈസൂർ ഊട്ടി സ്വാഗതം എല്ലാവർക്കും സ്വാഗതം. ഊട്ടി മൈസൂർ എന്ന് പറയുന്നത് മൈസൂർ ഊട്ടി സോറി മൈസൂർ ഊട്ടി. എല്ലാവർക്കും സ്വാഗതമല്ല, എല്ലാവർക്കും വരും. പിന്നെ പുതിയ സ്ഥലം എന്ന് വെച്ചാൽ എല്ലാവരും പോയി കളയല്ലേ. മൈയൂട്ടി എന്നല്ല, മൈസൂർ ഊട്ടി എന്നാണ്. വണ്ടി തിരിച്ചു പോവുകയാണ്. കാടെല്ലാം നമുക്ക് ഓഫ് റോഡെല്ലാം പിടിച്ചിട്ട് പോവാം. ഓഫ് റോഡാണ് ഇത്. ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ്. ആദ്യം മൈസൂരിൽ പോകാമെന്ന് വിചാരിച്ചത്, പിന്നെ ഊട്ടിയിലേക്ക് പോകാൻ. ഊട്ടി പോകുന്ന വഴികളിൽ നമ്മൾ പലതരം എന്തെല്ലാം കാണുന്നുണ്ട്. ഇത് KSRTCൻ്റെ കുറച്ച് ലുക്കുണ്ട് ഗൈസ്. കാട്ടിൻ്റെ ഉള്ളിൽ എന്തിനാണ് നമ്മൾ പോസ്റ്ററെല്ലാം വെച്ചിട്ട് ഇവർക്ക് എന്താ കിട്ടുന്നത്? കാട്ടിലോട്ട് ആര് വരാനി? നമ്മളെപ്പോലത്തെ പാട്ട വണ്ടികൾ വരും, വേറെ ആര് വരാനി? കണ്ട പാട്ട വണ്ടി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. പാട്ട വണ്ടീൻ്റെ എന്തെല്ലാം ഇളകുന്നുണ്ടാ. മേലത്തെ കസാലയിൽ ഇപ്പം താഴെ വീണെന്ന് തോന്നുന്നു. നമ്മൾ കസാലയെല്ലാം വെച്ചിനി ഓനിക്കെല്ലാം സ്വന്തം വണ്ടി എടുത്ത് വെച്ച് പോയിട. അല്ലെങ്കിൽ തന്നെ പാട്ട വണ്ടി, അതിൻ്റെ വല്ല കസാലയും വണ്ടിയെല്ലാം കൊണ്ട് വെച്ചിട്ട് കണ്ട്. ഇപ്പുറത്ത് എന്ത് അവൻ നേരത്തെ കണ്ട പിസൻ്റെയും ബർഗറിൻ്റെ എല്ലാം ഇത്. ഇപ്പുറത്ത് പോസ്റ്ററാണ്, ഇപ്പുറത്ത് ബർഗറിൻ്റെ വണ്ടി തിരിച്ച് വിടാൻ. ഇപ്പം നമ്മ ചുരം കയറി, പിന്നെ കീനി, പിന്നെ ഓഫ് റോഡ്. ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു ഗെയിം. ഇത്രയും മാപ്പ് ഉള്ളൂ എന്ന് തോന്നുന്നു. ഇങ്ങനെ ലെവലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കില്ലാന്ന് തോന്നും ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒന്ന് നിർത്തട്ടെ ഗൈസ്. വണ്ടി നിർത്തിയവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ബൈ.